ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജയശ്രീ, ജയശ്രീ മോനെ, മോനെ, ജയശ്രീ, മാഡത്തിന്റെ മരണം പോലീസ് റെക്കോർഡ്സിൽ ആത്മഹത്യയായിട്ടാണ് രേഖപ്പെടുത്തിയത്. അന്ന് കസ്റ്റഡി മരണം നടന്നപ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാവരും മാഡത്തിനെതിരെ സാക്ഷി പറഞ്ഞു. അതിൽ ദുഃഖം സഹിക്കാൻ വയ്യാതെ മാഡം ജീവനൊടുക്കിയെന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചു. പക്ഷേ മാഡത്തിന് അറിയാവുന്ന ചില നല്ല ഉദ്യോഗസ്ഥർ അതിനെ എതിർത്തു. അതുകൊണ്ട് ഇന്നും ആ കേസ് ഒരു തീർപ്പുമാകാതെ കോൾഡ് കേസായി കിടക്കുകയാണ്. ചേട്ടന്റെ ജീവിതത്തില് എന്താ സംഭവിച്ച? ജോലി രാജിവെച്ച് ഇങ്ങനൊരു വഴി തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? മാഡത്തിനെതിരെ കള്ളസാക്ഷി പറയാൻ അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാവരുടെയും മേൽ വലിയ സമ്മർദ്ദമായിരുന്നു. പണം തന്നും ഭീഷണിപ്പെടുത്തിയും ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടിയിച്ചു. അതിനുശേഷം ജയശ്രീ മാഡം മരിച്ചതോടെ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എന്തോ വലിയ കുറ്റബോധം കൊണ്ട് മനസ്സിന് വല്ലാത്ത നീറ്റലായിരുന്നു. ഇനിയും ജോലി തുടർന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി. അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥനയും മറ്റുമായി ജീവിതം തുടങ്ങി. ഇനി ഈ വഴിയാണ് നല്ലതെന്ന് തോന്നിയപ്പോൾ ഞാനതങ്ങ് സ്വീകരിച്ചു. കുറ്റബോധം കൊണ്ട് ജീവിതത്തെ ഒളിച്ചോടിയ അതിനൊരു അവസാനം ഉണ്ടാവില്ല. എല്ലാത്തിനെയും നേരിടണം. ചേട്ടൻ ഇനിയും സമയമുണ്ട്. ഒരിക്കൽ ഞങ്ങൾ വന്ന് വിളിക്കും. അന്ന് ഞങ്ങൾക്കൊപ്പം വരണം. അമ്മയും ചേട്ടനും നിങ്ങൾ പലരും ചേർന്ന് ബാക്കി വെച്ചതെല്ലാം നമുക്ക് പൂർത്തിയാക്കണം. ഞാൻ വരാൻ പോണേ.